ഒരു ഹീറോയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ ഹീറോയോടൊപ്പം നിൽക്കുന്ന വില്ലനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു ഹീറോയെ ക്രിയേറ്റ് ചെയ്യണോ ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യണോ ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നത്? இல்லை, எனக்கு பேசிக்கலி ஐ ஆம் வில்லன். ஸோ எனக்கு வில்லனாக இருக்கிறது ஷூட்டிங் ஸ்பாட்லேயும் அப்படி தான். அப்படி இல்லை, அது வில்லன் வந்து நமக்கு எல்லாருக்குள்ளேயும் வில்லன் இருக்கான். ஹீரோவாக இருக்கிறது தான் கஷ்டம். வில்லனை ஈஸியாக நம்ம சொல்லிட முடியும், வில்லனை ஈஸியாக சொல்லிட முடியும். ஹீரோவை வெளில கொண்டு வரது வந்து ஒன்று நம்ம காரணம் சொல்லிடும், இல்லைங்க நமக்கு எதுங்க டைம் இல்லைங்க, ரோட்டில் ஏதாவது ஹெல்ப் பண்ணால் கூட நமக்கு ஏங்க அது ஏங்க இப்படி போயிடும். ஸோ ஹீரோவாக இருக்கிறது ரொம்ப கஷ்டம். வில்லனாக இருக்கிறது ஈஸியாக, நம்ம எல்லோரும் வில்லன் தானே. ஸோ எவ்ரி ஒன் அது வில்லன். ஸோ அது ஈஸியாக சொல்லிடுவோம் வெளியில் வேறு. ஸோ ஹீரோ பண்ணுறது தான் எனக்கு கஷ்டமாக இருந்துச்சு. எல்லாரும் வில்லன் ஆகிட்டீங்க. இல்லை அப்படி சொல்லலை, நான் வந்து அது ஒரு கிரே ஷேடு. வில்லன்றது வந்து எல்லாரும் நம்ம ஈஸியாக டே டு டே லைஃப்பில் எங்கேயோ ஒரு டைப் அது காமிச்சிருவோம். யார்கிட்டயாவது நம்ம அண்ணன்கிட்ட, தம்பிக்கிட்ட, அம்மா கிட்ட யார்கிட்டயாவது கோவப்பட்டால் கூட அது வில்லத்தனம் தான். அது வந்து நம்ம அன்பாக பேசியிருக்கலாம். அதை அவங்க 2 இட்லி எக்ஸ்ட்ரா வைக்கிறாங்க சாப்பிடுங்க போதும்னு சொல்கிறோம்ல அப்படின்னு சொன்னால் அது ஒரு வில்லத்தனம் தான். வேணாம்மா போதுமானு கூட சொல்லலாம், நம்ம ஒரு ஃப்ரஸ்ட்ரேஷன் ஏதோ காட்டும், அது வில்லத்தனம் தான். அது ஹீரோவாக இருக்கிறது வேறு. அவங்க அதை புரிஞ்சுக்கிட்டு சொல்கிறது, இல்லைம்மா போதுமா வேண்டாம் அப்படின்னு சொல்கிறது நம்மளால் சொல்ல முடியாது இன்றைக்கி இருக்கிற ப்ரெஷரில். ஸோ அந்த மீனிங்லாம் சொன்ன உடனே வில்லன்னா அப்படி. அண்ட் நான் வில்லன் அவரை சொன்னது என்னென்னா, ஷூட்டிங் ஸ்பாட்டில் நாங்கள் கடலில் ஒரு 30-40 டேஸ் ஷூட் பண்ணோம். ஸோ அங்கே டைம் தெரியாது, காலையில் சீக்கிரமாக கடலுக்குள்ளே போயிடுவோம். ஆனால் இப்படி அவர் ஒரு டேர் டெவிலாக இல்லை அப்படின்னா இது புல் ஆஃப் பண்ண முடியாது. ஸோ தட் இஸ் வாட் ஐ மென்ட். ஹி வாஸ் லைக் தட் ஆன் செட்ஸ். ടേക്കൊക്കെ തൃപ്തി ആയില്ലെങ്കിൽ വൺസ് മോർ എന്നൊക്കെ നമുക്കത് വളരെ സൗമ്യമായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാതെ ഇരിക്കാനൊന്നും തോന്നില്ല. സാർ ഓക്കെ സാർ നമുക്ക് ചെയ്ത് നമുക്കതിൻ്റെ ബെറ്റർമെൻ്റ് അല്ലേ നമ്മൾ നോക്കുക. സാർ അതാണ് ഭക്ഷണം, അതൊക്കെ വളരെ പ്രശ്നമായിരുന്നു. അതായത് സാർ ആക്ഷൻ രാവിലെ വന്ന് ആ ചെയറിലിരുന്ന പിന്നെ രാവിലെ തീരുന്നതാണ് കണക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളൂ. പക്ഷെ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഐ ഹാവ് ടു ടെൽ യു. അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരെയും ലൈക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഡീസലിനെ പറ്റി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. ഏതാ പുതിയ പടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ പടം ഡീസലാണ്. സോ ഡീസൽ എവിടെയോ എപ്പോഴോ ഒരു സാധനം നമ്മുടെ മൈൻഡിൽ വരില്ല. നമ്മൾ കഥ കേൾക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ, ഇതൊരു വേറൊരു സാധനമാണ്, നല്ലൊരു ഇതിലേക്ക് വരികയാണ് എന്നുള്ളൊരു തോന്നൽ എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോൾ ഹരീഷ് നേരത്തെ പറഞ്ഞവരെ ഹരീഷ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലബ്ബർ പന്ത് ഇവിടെ നമ്മൾ അത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ടല്ലേ. അത്രയും ആക്സെപ്റ്റ് ചെയ്തൊരു ഫിലിമാണ്. தெரியுமா அது இங்கே இட் வாஸ் லைக் பயங்கர ஒரு நிறைய பேசினாங்க அதை பற்றி. ஸோ ஐ திங்க் ஒரு இன்டர்வியூவில் லாலேட்டன் சார் கூட சொல்லியிருந்தாங்க, லப்பர் பந்தை மென்ஷன் பண்ணியிருந்தாங்க. ஸோ வெரி வெரி ஹாப்பி കമ്മിങ് ഫ്രം സച്ച് എ ലെജൻഡ്. ഇപ്പം നേരത്തെ സ്വാസിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ സ്വാസി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിൽ നിന്ന് നമ്മൾ മലയാളികൾ പോലും കണ്ടത് തമിഴ് ഫിലിമായിട്ടുള്ള ലവർ ബന്ദിലാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിമും നിങ്ങൾ വിനയ് ഈ പറയുന്ന പോലെ അത് വിനയ് കൂടെയാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നത്. വിനയ് വരാൻ സാധിച്ചിട്ടില്ല. ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ പടങ്ങൾ വിനയുടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വില്ലൻ ചെയ്തത് ഞാൻ ഒരു ആൻറ്റി ഹീറോ സൈഡിലുള്ള ആളാണ് കേട്ടോ. സാർ പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ பட் அது அந்த ட்ரெய்லர் பார்த்தாலே தெரிஞ்சிடும்ல சார், அவர்தான் வில்லன். ஆமாம். ஸோ അപ്പോൾ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വിനയായിട്ടാണ്. അപ്പോൾ ഒരു ബ്രില്യൻ്റ് ആക്ടർ നമുക്ക് കണ്ടാൽ തന്നെ ഒരു വില്ലന് സാധനമാണ്. വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിനയ് എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് വൈസിൽ വരെ ഭയങ്കര ഡിഫറൻസ് ആണ്. അതുപോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു പേരിനെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഹൈറ്റൊക്കെ നോക്കും. ഇതൊന്നും നോക്കിയിട്ടില്ല സാർ. നേരെ ഒരു ഡിഫറെൻറ്റ് സാധനമാണ് ഇവിടുത്തെ ട്രൈ ചെയ്തിരിക്കുന്നത്.
ബ്യൂട്ടിഫുൾ ആക്ടർ, ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്പോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇപ്പോൾ വിനയ് കഴിഞ്ഞ ദിവസം എന്നെ അവിടെ പറഞ്ഞത് ഫേവറേറ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊരാൾ എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും ഇവിടെ ഞാൻ പറയുന്നത് ബിക്കോസ് ഐ ക്യാൻ ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സുഹൃത്തായി മാറിയിട്ടുണ്ടായിരുന്നു വിനയ്. സോ ഇതിൽ വിനയ് മാത്രമല്ല കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. മലയാളത്തിൽ വേറെ ആരാ? கருணாஸ் பண்ணியிருக்காரு. கருணாஸ் மிக்கனா ரமேஷ் திலக் வந்து குட் நைட் ரமேஷ் திலக் பண்ணியிருக்காரு. சச்சின் கடைகள் பண்ணியிருக்காரு. தெலுங்குல இருந்து சாய்குமார் சார் பண்ணியிருக்காரு. വലിയ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു വലിയ പടമായി അത് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി നമ്മൾ അന്തമാതിരി